ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എന്ന് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇമോഷണൽ വിഡ്രാവലാണ്. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണത്. ഫെർട്ടിലിറ്റി, ടു ഓഫ് കപ്സ്, സ്പിരിച്വൽ സ്ട്രെങ്ത്, പാഷൻ ഇഗ്നൈറ്റഡ്. ബോട്ടം വന്നിട്ടുള്ളത് മൂവിങ് ഓൺ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ ഗൈഡൻസ് എന്താണ് ഇട്ടിട്ടുള്ളത്? സറണ്ടർ ടു ദ ഡിവൈൻ ആണ് വന്നിട്ടുള്ളത്. ആദ്യം വന്നിട്ടുള്ള കാർഡ്സ് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒറ്റയ്ക്കിരിക്കണം എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ടായേക്കാം. പിന്നെ ചിലപ്പം ഓവർ തിങ്കിങ് വരും, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വരും, മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനത്തെ ഒക്കെ ഒരു പിന്നെ അങ്ങനത്തെ ഒരു എനർജിയാണ്. പിന്നെ ഈ പണ്ടത്തെ കാര്യങ്ങൾ, പാസ്റ്റിൽ നമുക്ക് സംഭവിച്ചു പോയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, അത് വീണ്ടും വീണ്ടും ചിന്തിക്കും എന്നാണ് കാണുന്നത്. ഇതിലൊരു സൈലൻസ്, ഇന്നത്തെ ദിവസം നിങ്ങൾ സൈലൻസ് വേണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പം ഇന്ന് നിങ്ങളൊരു മറ്റുള്ള ആൾക്കാരുമായിട്ട് കുറച്ചൊരു ഇതൊന്നും എനിക്ക് വേണ്ട, കൂടുതൽ എനിക്ക് ഒരു മിങ്കിൾ ചെയ്യാൻ പറ്റൂല എന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക ഇന്നത്തെ ദിവസം. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ സോൾ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനെ പിന്നെ നമ്മൾ ഒരു എന്താണ് അതിനെ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കാരണം നമ്മുടെ സോള് ചില സമയം അങ്ങനെ ആഗ്രഹിക്കും നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന്. അപ്പം അതുകൊണ്ട് ആണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. പഴയ ഓർമ്മകൾ വന്ന് അതിലൊരു സുഖം പിടിച്ച് അങ്ങനെ ഇരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ രണ്ടാമത് വന്നിട്ടുള്ളത് ഫെർട്ടിലിറ്റി ആണ്. അപ്പോൾ ഇതിൽ പുതിയ തുടക്കമാണ്. ഇതിലൊരു അബണ്ടൻസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്ന ഒരു എനർജിയാണ്. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇതിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. നിങ്ങളുടെ ഫെമിനൈൻ എനർജി ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. ക്രിയേറ്റീവായിട്ടുള്ള എനർജി ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. ചിലപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ ഐഡിയ ഉണ്ടാക്കാം. ചിലപ്പോൾ അത് നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു പുതിയ ഐഡിയ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കാണുന്നത്. പിന്നെ ഒരു സ്പിരിച്വൽ അവേക്കണിങ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നാനുള്ളൊരു തോന്നിയേക്കാം. കാരണം ഇതിൽ കണ്ടില്ലേ, ഈ മുടി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇലകളൊക്കെയാണ് വന്നിട്ടുള്ളത്, ഇലകളും. അപ്പോൾ ഒരുപാട് ഐഡിയാസ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നു, നമുക്ക് തോന്നുന്നു. പല കാര്യങ്ങളും നമുക്ക് തോന്നും, ഇത് ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ. ഇപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വളർച്ചയുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ ഇൻഡ്യൂഷനായിട്ടോ അല്ലെങ്കിൽ ഒരു തോന്നലായിട്ടോ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ അത് വളർന്ന് വലിയൊരു കാര്യമാകും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ട ആൾക്കാർ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണം കേട്ടോ. ഒരുപാട് പെയിൻ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഹീൽ ചെയ്ത് കളയുക തന്നെ വേണം. നിങ്ങളത് വീണ്ടും വീണ്ടും അതിൻ്റെ മോഡിൽ വീണ്ടും കുറേ ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് കൊടുക്കരുത്. കാരണം നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. അതിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അത് തിരിച്ച് റിയാക്ട് ചെയ്യും. അത് അസുഖങ്ങളായിട്ട് വരും. പിന്നെ ഒന്നുകിൽ ശാരീരിക അസുഖങ്ങളായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് മാനസിക പ്രയാസങ്ങളായിട്ട് വന്നേക്കാം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ഒരു ഇമോഷണൽ വിഡ്രാവലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കേണ്ട ഒരു ഇതാണ്. വീണ്ടും ഞാൻ എപ്പോഴും പറയും, എല്ലാ ദിവസവും എല്ലാ റീഡിങ്ങിലും പറയും, നമ്മൾ മനസ്സിൽ എപ്പോഴും വിചാരിക്കുക ഈ സമയം കടന്നു പോകും.
ഇതെല്ലാം കടന്നു പോകും. നമ്മളിപ്പോൾ എന്തവസ്ഥയിലാണോ ഉള്ളത് അതെല്ലാം കടന്നു പോകും. കാരണം നമ്മളിതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. പാസ്റ്റിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ്. ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഇപ്പം നമുക്കത് ആലോചിക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല. അപ്പം അതുപോലെ എല്ലാ പ്രശ്നങ്ങളും കടന്നു പോകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണമെന്നാണ് കാണുന്നത്. പിന്നെ സ്പിരിച്വൽ യൂണിയനാണ് വന്നിട്ടുള്ളത്. ഒരു ഇതിൽ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് ഒരു റീകൺസിലിയേഷൻ വരും എന്നുള്ളതാണ്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണത്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി പിരിഞ്ഞു പോയ ആരെങ്കിലും, അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതായിരിക്കാം. അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിരിക്കും. ആ ഒരു വ്യക്തി തിരിച്ച് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. ഇതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു കണക്ഷനാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കും അവർക്കും തോന്നിയേക്കാം. ഇതിൽ വീണ്ടും വന്നിട്ടുള്ളത് ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ്. ഇത് ഹാർട്ട് ചക്രയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഹാർട്ട് ചക്രയൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലാണെന്നാണ് കാണുന്നത്. ഇതിൽ ചിലപ്പോൾ പലർക്കും പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന കാര്യം എന്താണ്, ഇതെന്തുകൊണ്ടാണ് അത് പോയത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇന്നത്തെ ദിവസം. മറ്റേ ആളുടെ മനസ്സിൽ എന്താണ് അത് നിങ്ങൾക്ക് വരും. മാത്രമല്ല അവർ എന്തെങ്കിലും പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് അവർക്കും പോകും. നിങ്ങളപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചിരിക്കുക. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാരണമാണ്. രണ്ടും ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ കുറേ ആൾക്കാർക്ക് ഇത് ഒരു മെർജിങ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ ഫെമിനിൻ മസ്കുലൈൻ എനർജി മെർജ് ചെയ്യുന്നൊരു സമയമാണ്. അതിൻ്റെ ഒരു യൂണിയനാണ്. അപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈൻ ഫെമിനിൻ മസ്കുലൈൻ എനർജി നമ്മളുടെ ഉള്ളിൽ തന്നെ അത് മെർജ് ചെയ്ത് അതൊരു ബാലൻസിലിരിക്കണം. അല്ലെങ്കിൽ ഫെമിനിൻ എനർജി ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയും മസ്കുലൈൻ ഒന്ന് താഴ്ന്നു നീക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ വന്നിട്ടുള്ള സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പം എന്താണ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് അതിനേക്കാൾ ശക്തിയുണ്ട് നിങ്ങൾക്കെന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ വിചാരിക്കുന്നതിനേക്കാളും ശക്തി നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. ഈ കാണുന്ന നിങ്ങൾ അല്ല യഥാർത്ഥത്തിൽ ഇത്രയും വലിയ എന്തിനേയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന, എന്ത് കാര്യത്തെയും ഉയർത്താൻ പറ്റുന്ന അത്രയും വലിയൊരു ശക്തിയാണ് നിങ്ങളെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഡെസ്പായിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമയോടെ ഇരിക്കാൻ പറയുന്നുണ്ട്. വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മൾ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരുപാട് ടെസ്റ്റിംഗ് വരാം ജീവിതത്തിൽ. നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് വരാം. അപ്പം ആ പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഇരിക്കണം എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളെ ഗൈഡ് ചെയ്യും എന്നാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു തരും, ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ ശരിയാവും എന്ന്. അങ്ങനെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ കാമായിട്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം നമ്മളുടെ ശക്തി മനസ്സിലാക്കിയാൽ നമ്മൾ ആരെയും നമ്മളൊന്നും മനസ്സിലാക്കിപ്പിക്കാൻ പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ശക്തി മനസ്സിലാക്കുക എന്ന് കാണുന്നുണ്ട്. പിന്നെ പാഷൻ ഇഗ്നൈറ്റഡ് ആണ്. ഇതൊരു ഫയർ എനർജിയാണ്. നിങ്ങളുടെ ഈ ഹൃദയം കണ്ടില്ലേ, ഇത് കത്തുന്ന ഒരു എനർജിയാണ്. കുറേ കാലം കൊണ്ട് നമ്മൾ ഒരു സ്റ്റാഗ്നൻ്റ് ആയിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് നമുക്കൊരു ഫയർ, ഒരു കത്തണ എനർജി വരുന്നു എന്ന് ഒന്ന് പറയാം. കുറേ കാലം കൊണ്ട് നമ്മളൊന്നും ചെയ്യാതെ ഒന്നിനും പറ്റാതിരുന്ന ആൾക്കാർ, എന്താണ്, ഒരു കാര്യവും എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, എനിക്ക് ഒന്നിനും വയ്യ, വർക്ക് ചെയ്യാൻ വയ്യ, പിന്നെ അത് മാത്രമല്ല ഒന്നിനും വയ്യ എന്ന് ഇരുന്ന ആൾക്കാർ
ഒരു മോട്ടിവേഷനൊക്കെ കിട്ടി തിരിച്ച് വീണ്ടും ആ ഒരു പാഷനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിലാണ് ആ പാഷൻ. അത് ഹാർട്ട് ചക്ര ഹീൽ ആവുന്നു. ഇന്നത്തെ എനർജി മുഴുവൻ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇന്ന് ഹാർട്ട് ചക്രയുടെ എനർജിയാണ് കൂടുതലും. അത് ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചിലപ്പം പല ആൾക്കാർക്കും ഒരു ശ്വാസ തടസ്സമൊക്കെ വന്നേക്കാം. നമുക്ക് ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴും ഒക്കെ ഹൃദയത്തിൽ വളരെയധികം ഭാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നിയായിരിക്കാം. അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഇത്രയും ഒരു ഭാരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഹൃദയത്തിൽ എന്തോ ഒരു ബ്ലോക്ക് ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു സമയം ആ ഭാരമൊക്കെ മാറി നിങ്ങളൊന്ന് ഹീലാകുന്നു എന്നുള്ളതാണ്. ഒരു ഹീലിംഗ് എനർജി നിങ്ങളിലേക്ക് വരുന്നു. എവിടുന്നോ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒരു സ്പാർക്ക് നിങ്ങൾക്ക് എവിടുന്നോ കിട്ടുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരി എവിടുന്നോ കിട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഒരു ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നിങ്ങളോടൊരു റൊമാൻറ്റിക് അട്രാക്ഷനൊക്കെ ആർക്കെങ്കിലും തോന്നാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഇതൊരു ഓവറോൾ ഇതൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ കാർഡാണ് കേട്ടോ. ഇത് നിങ്ങളുടെ സെൽഫ് എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നു ഈ ഒരു സമയം. നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും പരീക്ഷണങ്ങൾ തന്നത്? എന്തുകൊണ്ടാണ് ഈ കടമ്പകളൊക്കെ നിങ്ങൾക്ക് കടക്കേണ്ടി വന്നത്? അപ്പോൾ നമുക്ക് തന്ന പരീക്ഷണങ്ങൾ എപ്പോഴും അനുഗ്രഹങ്ങളായിട്ട് കാണുക. അത് ഒരു റിയലൈസേഷനാണ്. നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന അതാണ് ഈ പരീക്ഷണങ്ങൾ. പരീക്ഷണങ്ങളുടെ പിന്നിൽ വലിയൊരു ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടണത്. അപ്പം ഈ ഒരു സമയം ഇതിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകുന്നു. നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് സംഭവിക്കുന്നു. കാരണം വേദനയുള്ളവർക്ക് മാത്രമേ, സ്ട്രഗിള് ഫേസ് ചെയ്തവർക്ക് മാത്രമേ സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാകാറുള്ളൂ. പൊതുവേ അങ്ങനെയാണ്. നമ്മളൊരു വേദനയും പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അതിലാണ് നമ്മൾ അതിലൂടെയാണ് നമ്മൾ ദൈവത്തിനെ അറിയണത്. എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ദൈവത്തിന് ഇപ്പം ഗൗതമ ബുദ്ധൻ എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവേക്കണിങ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് വന്നത്. അപ്പോൾ അറിയാലോ ബുദ്ധന്റെ കഥ. അതുപോലെ നമ്മൾ എങ്ങനെയൊക്കെ അത് മറഞ്ഞിരുന്നാലും സത്യം എന്ന് പറയുന്നത് പുറത്തു വരും. ആ സത്യം നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് നമുക്ക് വരുന്നതെന്നാണ് കാണുന്നത്. പിന്നെ മൂവിങ് ഓൺ ആണ് വന്നിട്ടുള്ളത്. പഴയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ഈ ഡാർക്ക്നെസ്സിൽ നിന്നും നിങ്ങളൊരു ലൈറ്റിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ പാസ്റ്റ് സൈക്കിളൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം ഇതിൽ വളരെ പതിയതാണ് ഇത്. ഈ ഒരാൾ വളരെ സ്ലോയിൽ പോകുന്നു എന്നാണ്. പക്ഷേ അത് ശരിക്കും പോസിറ്റീവായിട്ടുള്ളൊരു ട്രാൻസിഷനാണ്. നിങ്ങൾ ഓൾഡ് പാറ്റേൺ വിടുന്നു. നിങ്ങൾ ആ ഡാർക്ക്നെസ്, ഒരു ഡാർക്ക് ഫേസ് എൻഡായി ഒരു പുതിയ ഇതിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മൂണോളജിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് സറണ്ടർ ടു ദ ഡിവൈനാണ്. അപ്പം ഇതിൽ നമ്മളൊന്ന് ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കുക. അത് നമുക്ക് ഡിവൈന് സമർപ്പിച്ചു കൊടുക്കുക. നമ്മൾ അവസാനം എനിക്ക് ഇങ്ങനെ തന്നെ വരണമെന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അത് നമ്മളുടെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാക്കുക പല കാര്യങ്ങളും. പിന്നെ ടൈമിങ്, ഇതെപ്പോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ, ഇതിനെല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈമിങ്ങിൽ മാത്രമാണ് അത് നടക്കുന്നത്. അപ്പം നമ്മളുടെ ഇൻഡ്യൂഷനെ കേൾക്കാൻ ശ്രമിക്കുക. എനിക്കിത് വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട്. എനിക്കിത് പറ്റൂല, എനിക്കിത് താങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം പറ്റൂല, എനിക്ക് ഇതിന്ന് പുറത്തു പോകണം. അങ്ങനെയല്ല. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നിനെ ഫോഴ്സ് ചെയ്ത് ഇപ്പം തന്നെ അത് വേണം, എനിക്ക് ഈ ഒരു സമയം തന്നെ വേണം, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഫോഴ്സ് ചെയ്യാതെ അത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അത് നടന്നോളും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും അത് വിഷമം ഉണ്ടായിരിക്കാം. ഇന്നത്തെ റീഡ് ചെയ്തപ്പം എനിക്ക് എൻ്റെ ഹാർട്ട് ചക്ര ശരിക്കും എനിക്ക് പെയിനാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക്
തുടങ്ങിയപ്പോൾ മുതൽ ഇത് പെയിൻ എടുക്കുന്നുണ്ട്. മേ ബി അത് ചിലപ്പോൾ എൻ്റെയും കൂടെ എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഹാർട്ട് ചക്ര ഹീലിംഗ് എന്ന് പറയുകയും ചെയ്ത് എനിക്കും ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത് എൻ്റെ ത്രോട്ട് ചക്ര എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ സത്യം നിങ്ങൾ അറിയാനുണ്ടായിരിക്കാം. അത് നോക്കാം എന്താണെന്ന്. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വേദനിക്കുന്നുണ്ട് എൻ്റെ ഇങ്ങനെ ത്രോട്ട്. ഇതൊന്നും എനിക്കറിഞ്ഞില്ല, ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒത്തിരി ഒരു ഹെവി ആയിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിൽ ആരൊക്കെയോ ഇത് അത്രയും സത്യം ഇങ്ങനെ പറയാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം പല ആൾക്കാരും. അതുകൊണ്ടായിരിക്കാം കേട്ടോ, നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയണം എന്നുണ്ടായിരിക്കാം. പക്ഷെ സത്യം പറയാൻ പറ്റാതെ ഇങ്ങനെ അത് സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അത് ഹൃദയത്തിൽ തന്നെ ഉറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് എനിക്ക് കിട്ടണത്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഒരു നെഞ്ചില് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരുപാട് ഭാരം കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ അത് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം ഇതിൽ നിങ്ങൾ ഒന്നും തന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യണ്ട. നമ്മളുടെ ഇൻഡ്യൂഷനെ കേൾക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഇത് എനിക്ക് പറ്റൂല, എനിക്ക് വേണ്ട, എനിക്കത് ശരിയാവൂല എന്ന് മാത്രം ചിന്തിക്കാതെ നമുക്ക് വരുന്നത് വരട്ടെ, വരുന്നത് എന്തായാലും ഞാൻ സ്വീകരിക്കും, ഞാനിത് സറണ്ടർ ചെയ്തിരിക്കുന്നു. എന്ത് കാര്യമായാലും ഇപ്പം നിങ്ങൾക്ക് ഒരു ലോൺ വേണോ, അത് കൊടുത്തിട്ട് അത് സമയം ആവണില്ലേ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ പ്രശ്നമുണ്ടോ, സാമ്പത്തിക ബാധ്യത ഉണ്ടോ, പലപ്പോഴും ഇതൊക്കെ നമ്മളുടെ കയ്യിലല്ല, നമ്മളുടെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ആവശ്യങ്ങൾ പറയുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ആ സമയത്ത് നടക്കും എന്നാണ് കാണുന്നത്. നമുക്ക് ശിവ ഓറക്കിൽ നിന്നും നോക്കാം എന്താണ് ഭഗവാൻ വരുന്നതെന്ന് നോക്കാം. ക്ലിയർ യുവർ മൈൻഡാണ് വന്നിട്ടുള്ളത്. അപ്പം മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷനും വേദനയും പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട്, കൺഫ്യൂഷനാണ്. അപ്പം ആ കൺഫ്യൂഷനെ നിങ്ങൾ ക്ലിയർ ആക്കാനാണ് പറയണത്. ആവശ്യമില്ലാത്ത ചിന്തകൾ വന്ന് മൂടിയിരിക്കുന്ന മനസ്സിനെ ക്ലിയർ ചെയ്യാൻ. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ തന്നെ വേണം. ഇവിടെ ഭഗവാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നൊരു ഇതാണുള്ളത്. അപ്പം നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഇമോഷണലി നമ്മളെല്ലാം വിഡ്രോ ചെയ്തിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും കിട്ടണത്. അത് ഹീലിംഗ് പ്രോസസ്സാണെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, പുതിയൊരു ഗ്രോത്ത്, പുതിയ തുടക്കം. പിന്നെ നിങ്ങളുടെ സോള് ഒരു അലൈൻമെന്റിലൊക്കെ വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഇതിൽ കുറേ ആൾക്കാർ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളെ തേടി വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഒന്നിനെ തേടി പോണ്ട, നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.